കാര്യം പറയാവേ. എന്നിട്ട് എല്ലക്കുട്ടി പറഞ്ഞോ? ഞാനോ ഹിമ? She will say the first person in English, right? ശരിയല്ല കുട്ടി. ചേച്ചി ആദ്യം ഇംഗ്ലീഷിലല്ലേ പറയണ. അപ്പോൾ എല്ലക്കുട്ടി പറഞ്ഞു ആദ്യം. പിന്നെ എല്ലക്കുട്ടി നമ്മൾ ആദ്യം പറയുമ്പോഴേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം. നമ്മളെ എത്ര എല്ലാവർക്കും ഇഷ്ടം. Yeah, Hima, they love us very much. We love them too, right? Just say that we can do more those stories like the previous ones. Then lots of people will love us, right? അത് ശരിയല്ല കുട്ടി. നമുക്ക് ചേച്ചിയോട് ചോദിക്കാവേ. രണ്ടുപേരും കൂടെ ഇന്ന് വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പറയണമെന്നും പറഞ്ഞ് വാശി പിടിച്ചല്ലായിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ഇവിടെ ഇന്ന് വർത്താനം പറയാ. ചേച്ചിയല്ലേ താമസിച്ചു വന്നേ. എന്നിട്ട് ഞങ്ങൾ വഴക്ക് പറയാ. ചേച്ചി വരാത്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് വർത്താനം പറഞ്ഞത്. യാ, ദാറ്റ്സ് ട്രൂ. ശരി ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി, ആദ്യം എല്ലക്കുട്ടി പറഞ്ഞോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു Creative Day. Today we are going to make a cute Buddha idol. He's so cute. We love him so much. He has chubby teeth and rosy lips. We love him so much. They have done a great job. കുട്ടി, ഇത്രയൊന്നും നീ പറയണ്ട, ബാക്കി ഞാൻ പറഞ്ഞോളാം. ഇനി നമ്മളെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ബുദ്ധനെയാണ്. ചേച്ചിയാണ് കേട്ടോ അത് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്, ഞങ്ങളല്ല. അപ്പൊ എല്ലാതും വീഡിയോ അവസാനം വരെ കാണാം. നമുക്ക് അവസാനം വീണ്ടും കാണാമേ. ബൈ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാല്ലേ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കിംഗ് ഓഫ് ലിറ്റിൽ ക്യൂട്ട് ബുദ്ധ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബുദ്ധനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐ ഡ്രോപ്സ് ബോട്ടിലും അതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കുപ്പിയുടെ അടപ്പ് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കണേ. ഉണ്ടാക്കാൻ പോണത് ബുദ്ധനെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമയൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഗ്ലൂ ഗണ്ണുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ഗ്ലൂ ഉപയോഗിക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കോൾ പോഴ്സലൈൻ ക്ലേ ആണ്. നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കോൾ പോഴ്സലൈൻ തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഞാനിവിടെ ചെറിയൊരു ക്രിയേഷൻ ആയതുകൊണ്ടും കുറച്ചുകൂടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോൾ പോഴ്സലൈൻ ആണെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാനത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ വരെ നമുക്ക് ഒരു ഓറഞ്ച് കളർ കോൾ പോഴ്സലൈൻ ക്ലേ വെച്ച് കവർ ചെയ്യാം. നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അവസാനം പെയിൻറ് അടിച്ച് കൊടുക്കണം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. കോൾ പോഴ്സലൈൻ ഈസ് എ ഹോം മെയ്ഡ് ക്ലേ. അത് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർക്ക് പോയി കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് കോൾ പോഴ്സലൈൻ്റെ. ഇപ്പോഴും കോൾ പോഴ്സലൈൻ എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇത് സാധാരണ എയർഡ്രൈ ക്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺഫ്ലവറും അതുപോലെ വീക്കോളും ചേർത്തിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ക്ലേ ആണിത്. പേര് കോൾ പോഴ്സലൈൻ അല്ലെങ്കിൽ ബിസ്ക്വി എന്നൊക്കെ പറയും. പക്ഷേ അതിപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും എയർഡ്രൈ ക്ലേ എന്ന് പറഞ്ഞാലേ അറിയുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ കോൾ പോഴ്സലൈനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ഒരു നെക്ക് പോർഷൻ വരെ ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. ബിക്കോസ് ഹീസ് എ ടോഡ്ലർ. ഒരു ടോഡ്ലർ സൈസിലുള്ള ഒരു ബുദ്ധനെയാണ് ഉണ്ടാക്കുന്നത്. ഈസ് സോ വിയർഡ് ബിക്കോസ് ഹി വാസ് എ പ്രിൻസ് വെൻ ഹി വാസ് എ ബേബി ഓർ എ ടോഡ്ലർ. പക്ഷെ നമ്മൾ ഈ ഒരു ബേബി ഫോമിലുള്ള ബുദ്ധൻ്റെ ഐഡൽസ് ഒരുപാട് കാണുന്നുണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാനത് ചെയ്യുന്നതാണ്. ആൻഡ് ജസ്റ്റ് ഞാനതൊരു കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബുദ്ധൻ സാധാരണ റോബാണല്ലോ ധരിക്കുന്നത്. സോ ആ ഒരു റോബിന് വേണ്ടിയിട്ട് ആ ഒരു ഡ്രൈപ്പിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ആ കഴുത്തിൻ്റെ പോർഷനിൽ കുറച്ച് സ്കിൻ കളർ ക്ലേയും കൂടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ ആ ഒരു ഡ്രൈപ്പിംഗ്, ആ ഒരു നെക്കിൻ്റെ പോർഷനിലൂടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഡ്രൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എക്സ്ട്രാ ടൂൾസ് ഒന്നും തന്നെ ഇവിടെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കൈകൊണ്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ വേണമെങ്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഈ ക്ലേ.
അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്ലേ ആണെങ്കിലും ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് സ്കൾപ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് സർഫസിൽ വേണമെങ്കിൽ കുറച്ച് വാട്ടർ വെച്ചിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ കൈയുടെ ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ വെളിയിൽ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ ക്ലേ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു കൈ വളരെ ലൂസായിട്ടുള്ള സ്ലീവ്സാണ് ഉണ്ടാവുക റോബിന്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിക്ചറിലൊക്കെ. അപ്പോൾ ഇത് നിൽക്കുന്ന പോസിലുള്ള ബുദ്ധയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് കൈയും കൂപ്പി നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ ക്ലേ വെച്ചിട്ട് തന്നെ ഒരു ഹാൻഡിൻ്റെ ആ സ്ലീവിൻ്റെ എഫക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ലീവ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കി പോർഷൻ ഒരു പാർഷ്യലി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ആ ഒരു ഷേപ്പ് പോവാതിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ക്ലേക്ക് ഒരു കുറച്ച് കളർ വ്യത്യാസം. കാരണം കോൾഡ് പോർസലൈൻ ക്ലേ ഉണങ്ങും തോറും കളർ കുറച്ച് ഡീപ്പൻ ചെയ്യും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ആൾക്കാർ പറയാറ്, ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കളർ ഡീപ്പായി പോകുന്നു എന്നൊക്കെ. അപ്പോൾ അത് ആ ഒരു ക്ലേയുടെ നേച്ചറാണ്. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ട്രൈ ചെയ്താൽ അഡിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലേ ആണ് കോൾഡ് പോർസലൈൻ. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ഫേസ് ശരിയാക്കാം. അപ്പോൾ ഈ ഒരു ഐഡൽ ചെയ്യുന്ന സമയത്ത് ഞാൻ 2 പ്രാവശ്യം ഫേസ് ചെയ്തു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആദ്യം ചെയ്ത ഫേസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ടബിളായിട്ട് തോന്നിയില്ല. ബിക്കോസ് ആ ഒരു ഫേസ് കുറച്ചൊരു കുഞ്ഞു ബേബിയുടെ അല്ലെങ്കിൽ ടോഡ്ലറിൻ്റെ ഒരു ഫേസ് ആയിരുന്നില്ല. കുറച്ചും കൂടെ ഒരു മെച്ചേർഡ് ഫേസ് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2ാമത് സ്കൾപ്റ്റ് ചെയ്താണിത്. മറ്റേ ഫേസ് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നോസൊക്കെ വളരെ ചെറുതായിട്ടാണ് ഞാൻ വെക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ചെറിയൊരു ഫേസ് ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഒരു ക്യാമറയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ഫേസ് സ്കൾപ്റ്റിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് സ്കൾപ്റ്റിംഗ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഫേസും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, വീഡിയോ ഒരുപാട് നീണ്ടു പോകും. എന്നാലും ഞാൻ മാക്സിമം സ്റ്റെപ്സൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ആ ഒരു ഫേസ് സ്കൾപ്റ്റിംഗ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. നമ്മൾ ആ ഒരു ചിന്നിൻ്റെ ഏരിയ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ഡിംപിൾസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നുണക്കുഴിയൊക്കെയുള്ള ഒരു ഫേസാണ്. ഇനി നമ്മൾ കാത് വെച്ച് കൊടുക്കുകയാണ്, ചെവി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെവി ഞാൻ ഒരുപാട് അങ്ങനെ നീട്ടിയിടുന്ന ഒരു ടൈപ്പിലേക്ക് കൊടുക്കുന്നില്ല. കാരണം ഹീസ് എ ബേബി. ആൻഡ് അതുപോലെ തന്നെ 2 ചെവിയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ കൈയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ആ ബോഡി മുഴുവൻ ഉണങ്ങിയാൽ മാത്രമേ കൈ വെച്ച് കൊടുക്കുമ്പോൾ ഷേപ്പ് പോവാതിരിക്കുള്ളൂ. കാരണം ആ ഒരു സ്ലീവ്സിൻ്റെ ആ ഒരു ഒഴുകി ഇരിക്കുന്ന ആ ഒരു പോർഷനൊക്കെ ഉണങ്ങാതെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് അങ്ങ് പോവും. പിന്നെ അവിടെ ഒരു ബലം ഉണ്ടാവില്ല കൈ വെച്ച് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ വെച്ച് കൊടുക്കാൻ പറ്റൂ. കോൾഡ് പോർസലൈൻ ഉണങ്ങാൻ ഏകദേശം ഒരു ദിവസം എടുക്കും. ഇതിപ്പോൾ ചെറിയൊരു ഫിഗറിന് ആയതുകൊണ്ട് ഒരു 12 മണിക്കൂർ ഒക്കെ മതിയാവും. പിന്നെ കംപ്ലീറ്റ്ലി ഉണങ്ങണം എന്ന് പറയണില്ല, പക്ഷെ എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ഷേപ്പ് പോവാത്ത ആ ഒരു സമയം വരെയെങ്കിലും ഉണക്കിയെടുക്കാം. അങ്ങനെ പാർഷ്യലി ഡ്രൈ ചെയ്യണമെന്ന് പറയണം. ഒരു 2-3 മണിക്കൂറെങ്കിലും മിനിമം ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക. 3 മണിക്കൂറാണെങ്കിലും ചിലപ്പോൾ തലയുടെ പോർഷനൊക്കെ നമ്മൾ വേറെ കത്തൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞെങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷേപ്പ് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ ഷേപ്പ് ഒന്ന് കൊടുക്കാൻ പോവാണ്. അവിടെയും കുറച്ച് ക്ലേ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫേസ് ഉണങ്ങിയതിന് ശേഷമാണ്. എന്നിട്ട് അതും ഞാനൊന്ന് ഉണക്കിയിട്ടു. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. ഹെയർ ഒരു കുടുംബ കെട്ടിയിട്ടുള്ള പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഞാനിവിടെ ബ്ലാക്ക് കളർ ക്ലേയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൾഡ് പോർസലൈൻ യൂസ് ചെയ്താലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, പ്രത്യേകിച്ചും കളേർഡ് കോൾഡ് പോർസലൈൻ ആണ് വെച്ചാൽ, നമ്മൾ പിന്നീട് പെയിൻറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഡിഫിക്കൽട്ട് ഉണ്ടല്ലോ, അവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു, ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു പ്രിസിഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇറ്റ് ഈസ് റിയലി ഗുഡ് ക്ലേ. അപ്പോൾ ചിലവരൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത് എല്ലാവരും ചെയ്യണ ക്ലേ തന്നെയാണ്, ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. പക്ഷെ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് അതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളും ഈ ഒരു ക്ലേ ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു ബേസ്, ആ ഒരു ഹെയർ വെച്ചില്ലേ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് ബോൾസ് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒട്ടിക്കുകയാണ്. കാരണം നല്ല ചുരുണ്ട മുടിയാണ് ബുദ്ധന് ഉണ്ടാവുക. ഒരു ഹെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഹെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോൾസ് ചെയ്യുന്നത്. അത് ഒരു ഹെയർ വെച്ച് കൊടുത്തതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കേളി എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് ഒട്ടിക്കാം, ഇല്ലെങ്കിലും അതവിടെ ഇരുന്നോളും, കാരണം ഇത് ഉണങ്ങുന്നതിന് മുമ്പല്ലേ. ഇനി നമുക്ക് ചുറ്റും നമുക്ക് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ബഡ്സിൻ്റെ ആ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂളോ നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബഡിൻ്റെ ആ ഒരു സ്റ്റിക്ക് എടുത്തപ്പോൾ അത് കുറച്ച് നന്നായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു ടൂൾ, ഒരു നീഡിലെടുത്തിട്ട് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ടെക്സ്ചർ പോലെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളതൊന്ന് ഉണക്കിയെടുക്കണം. ഇനിയിപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്, ബോഡി എല്ലാം കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണ് പകുതി അടഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും ബുദ്ധൻ്റെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പിരികം വരച്ചു കൊടുത്തു ഫസ്റ്റ്. ഇനി നമ്മൾ കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. കണ്ണടഞ്ഞിരിക്കുന്ന പോലെ ആയതുകൊണ്ട് ആ ഒരു കൺപീലിയുടെ ആ ഒരു ഇംപ്രഷൻ മാത്രം നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി ലിപ്സ് വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ അല്ലെങ്കിൽ ക്രിംസൺ അക്രിലിക് കളറാണ് യൂസ് ചെയ്യണത്. അങ്ങനെ ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ബുദ്ധൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ടി ബുദ്ധ. അപ്പോൾ എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. ആ ഒരു ഫേസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ പറയുന്നത് ഞാൻ കുഞ്ഞായിരുന്നപ്പം ഉള്ള ഒരു ഫേസുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട് എന്നൊക്കെയാണ്. ആൻഡ് ഏതായാലും എനിക്ക് ഒരു ഫേസ് ഇപ്പോൾ സ്കൾപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ പറയൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ്, വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ് സ്കൾപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൾപ്റ്റ് ചെയ്യാതെ നമ്മളിതിന് മുമ്പ് കൃഷ്ണൻ്റെ അതുപോലെ ഒരു ഡോളിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ക്ലേ മാത്രം ഉരുട്ടി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ പെയിൻറ്റ് വെച്ചിട്ട് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്ത് ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഐഡൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സെറ്റിങ്സിൽ നിങ്ങൾ ഒരു 0.5 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്ന ആ വോയിസ് ഓവർ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ അതൊന്ന് മ്യൂട്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഏതെങ്കിലും സ്റ്റെപ്സ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്പീഡ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഒരുപാട് പേര് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ബുദ്ധനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലാക്കുട്ടിയുടെ അടുത്തും ഹിമക്കുട്ടിയുടെ അടുത്തും ഒന്നുകൂടെ പോവാല്ലേ. അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഇത്രേ. ഹലോ, എല്ലാവരും വീഡിയോ കണ്ടോ? എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞുബുദ്ധനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കില്ലേ. ഇന്ന് ഞങ്ങൾ ഈ താറാവ് കുഞ്ഞിന് പേരിടണമെന്നാട്ടോ വിചാരിച്ച്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടെടിക്കുട്ടന് പേരിട്ടതിന് ശേഷം ടെടിക്കുട്ടന് പേരായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഈ താറാവ് കുഞ്ഞിനെ കാണാത്തവർക്ക് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും പേര് കൊടുക്കാം. അപ്പോൾ ഇനിയും പേര് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഒരു വീഡിയോയുടെ താഴെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടണേ. ഇല്ലേ കുട്ടി? Yeah, we love all the names so far. They are so cute names for this duckling. If you didn't watch this video yet or you want to name her more cute names, then go on. We want to select the most cute name for this cute duckling. Watch that video and comment the name.
അപ്പോ ഞങ്ങളെ കുഞ്ഞു ബുദ്ധനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ മുഴുവൻ കണ്ടാലേ ഞങ്ങളെ മുഴുവൻ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും ആദ്യം മുതൽ അവസാനം വരെ കാണണം. If you like our cute Buddha, then please like, share, comment and don't forget to subscribe. പറഞ്ഞു കഴിഞ്ഞോ? അപ്പൊ താങ്ക് യു കേട്ടോ രണ്ടുപേർക്കും എന്നെ സഹായിച്ചതില് ഇൻട്രോയും ഔട്ട്രോയും പറയാനൊക്കെ. ചേച്ചി കഴിഞ്ഞു. ഇനി ഞങ്ങളെ കളിച്ചാൻ പോവാ. വാഴക്കുട്ടി നമുക്ക് പോയി കളിച്ചാം. ഓക്കേ ഹിമ, ജയ് ബൈ. അപ്പൊ എല്ലാരും നമ്മുടെ ഡക്ലിങ്ങിന് നെയിം ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ നെയിമായിട്ട് നമുക്ക് അടുത്ത ദിവസം തറക്കുഞ്ഞിന് നെയിം കൊടുക്കാം. അപ്പൊ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം അല്ലേ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.